ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനൊരു കൗതുകമുള്ള വിഷയമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. വരുന്ന ഒരു 10-15 ദിവസത്തിനകം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ജില്ലകൾ എന്ന നിലയിൽ അറിയപ്പെടുന്നത് കോഴിക്കോട് മലപ്പുറവുമാണല്ലോ. ഈ 2 ജില്ലകളിലും, കേരളത്തിൽ മുഴുവനുമുണ്ട്, എന്നാലും മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായതുകൊണ്ടാണ് ഞാൻ മലബാറിനെ എടുത്തു പറഞ്ഞത്. ആ ജില്ലകളിൽ ഏതാണ്ട് 90% മുസ്ലിം യുവതികളും യുവാക്കളും മതം വിടും. അതും പരസ്യമായി തന്നെ. ഒരുപാട് ആളുകൾ രഹസ്യമായി മതം ഉപേക്ഷിക്കുന്നുണ്ട്, അത് നമുക്കറിയാം. അത് പരസ്യപ്പെടുത്താത്തത് അവർക്ക് അവരുടേതായിട്ടുള്ള ചില സ്വകാര്യ പ്രശ്നങ്ങളുണ്ട്. മക്കളുടെ വിവാഹം കഴിച്ച് അയച്ച മക്കളുടെ ആ കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങൾ, അവരുടെ ജീവിതങ്ങൾ, മക്കളുടെ ഭാവി, പിന്നെ കുടുംബ ബന്ധങ്ങളൊക്കെ വലിയ വിലങ്ങുതടി തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ. പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിന് മറ്റു മതങ്ങളെക്കാൾ ഏറെ മതമൂല്യങ്ങൾക്ക് പ്രാധാന്യമുണ്ടല്ലോ. ഇവർ ഈ പറയുന്ന ഹറാമും ഹലാലും ഒന്നും പുതുതലമുറ ഉൾക്കൊള്ളില്ല. അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. മുമ്പ് ഒരു ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞിരുന്നു, ലെഗിൻസ് ഇട്ടാൽ അവരിൽ ഗർഭധാരണം സംഭവിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ഡോക്ടറെ മുസ്ലിങ്ങളൊക്കെ വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ജീൻസ് ഇടരുത്, ടീഷർട്ട് പാടില്ല, ശരീരത്തിന്റെ നഗ്നത കാണലൊക്കെ നമുക്ക് തെറ്റാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതം കൊണ്ടുവരുന്ന ആളുകൾ. ഇന്നത്തെ യുവതലമുറ ഇതൊന്നും ഉൾക്കൊള്ളില്ല എന്ന് മാത്രമല്ല, അവരതൊക്കെ വലിച്ചെറിയുകയും ചെയ്യും. അവരതിന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടതാണ് പോർക്ക് ഫെസ്റ്റ്. അതിനകത്ത് വിഷയം പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഹറാമും ഹലാലും ചേർന്നതാണ് ഒരാളുടെ സമ്പാദ്യമെങ്കിൽ അയാള് നൽകുന്നത് സ്വീകരിക്കൽ മുസ്ലിമിന് നിഷിദ്ധമല്ല എന്ന ഒരു മതവിധിയാണ് ലാസ്റ്റ് വന്നത്. മനസ്സിലായോ? ഒരാള് നന്മയും ചെയ്യുന്നുണ്ട്, തിന്മയും ചെയ്യുന്നുണ്ട്, ആ രൂപത്തിലാണ് അവരുടെ സമ്പാദ്യം, എന്നാ കുഴപ്പമൊന്നുമില്ലാന്ന്. ഇപ്പോ ബിവറേജ് നടത്തുന്ന ആള്, അയാൾ ഒരുപാട് ഹറാമുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അയാളുടെ സമ്പാദ്യത്തിൽ അയാളുടെ അധ്വാനവും കൂടി ഉണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ല. ബാങ്ക് ജീവനക്കാരൻ, ബാങ്ക് നടത്തുന്ന ആള്, ഫിനാൻസ് സ്ഥാപനങ്ങൾ നടത്തുന്ന ആള്, കുഴപ്പമില്ല. പോർക്ക് ബിസിനസ്സുകാരൻ, ഒരു അബ്കാരി കോൺട്രാക്ടർ, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഹറാമും ഹലാലും കൂടിച്ചേർന്നതായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇന്റൻഷനും വ്യക്തമാണല്ലോ. നമ്മുടെ ലക്ഷ്യം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാവങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി ഹറാമായ ഒരു ചാലഞ്ച് എന്തിനാണ് നടത്തുന്നത് എന്ന് ചോദിച്ചില്ലേ? അപ്പോ പലിശക്കാരെ കൊണ്ട് അങ്ങനെ ഒരു പലിശ ചാലഞ്ച് നടത്തിയാൽ ശരിയാകുമോ? പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം കൂടി ചേർന്ന് ഒരു വ്യഭിചാര ചാലഞ്ച്, മദ്യ ചാലഞ്ച്, മോഷണ ചാലഞ്ച്, ഉദ്ദേശം വ്യക്തമല്ലേ? പാവങ്ങളെ സഹായിക്കുക. അപ്പോ പന്നി ഫാം നടത്തുന്ന ആള് 10 ലക്ഷം രൂപ കൊടുത്താൽ അത് ഹലാലാണ്, കുഴപ്പമില്ല. ഒരു ബിരിയാണി ചാലഞ്ച് ഇന്നലെ നടത്തി, മിനിഞ്ഞാന്ന് വേറൊരു ചാലഞ്ച് നടത്തി, ഇന്നൊരു പോർക്ക് ചാലഞ്ച് നടത്തി. പക്ഷെ അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിലപാടുകൾ മാറ്റിയും മറിച്ചും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ മതത്തില് ഒരു വിഷയത്തിലും കാറ്റൻട്രി ആയിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ നമ്മുടെ ഉസ്താദ് മതപണ്ഡിതൻ പറഞ്ഞത് പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണെന്നാ ഈ വിഷയം പറഞ്ഞത്.
പന്നിപ്പണം വിറ്റ് കിട്ടിയ പണം വാങ്ങൽ മുസ്ലിമിന് നിഷിദ്ധമാണോ? അല്ലേ? ആണ് എന്നാണ് കക്ഷി പറഞ്ഞത്. അപ്പോഴാണ് ജാമിയ സെക്രട്ടറി ഹമീദ് മാഷിന്റെ അടുത്ത ചോദ്യം, പലിശ പണമോ? അപ്പൊ ഹറാമ് ഹലാലും ഒക്കെ കുടിക്കലർന്ന കുഴപ്പമില്ലാന്ന്. പ്രവാചകൻ അറിഞ്ഞിട്ടാണോ ഇവരിങ്ങനെ ഒരു മതവിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്? ഇതിനകത്ത് പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായം എന്ന് പറയുന്ന ഇജ്മാ ഉണ്ടോ? അവലംബം എന്ന് പറയുന്ന ഖിയാസ് ഉണ്ടോ? ഖുർആനിലോ ഹദീസിലോ പറഞ്ഞതാണോ? ഇവർക്ക് തോന്നുന്നത് ഇവര് പറയുക. യൂസഫ് അലി ഉണ്ടാക്കുന്നത് 100% ഹലാലാണ് എന്ന് പറയുന്ന ആളുകൾ സാക്കിർ നായിക്കിന്റെ പണവും മുജാഹിദ് ബാലുശ്ശേരിയുടെ പണവും എം അക്ബറിന്റെ പണവും ഒക്കെ ഹലാലാണെന്നല്ലേ പറയുക. അതിലേക്ക് ഈ പോർക്ക് ഫാമിന്റെ മുതലാളി ഇട്ട പണവും കൂടി വന്നാലോ കുഴപ്പമില്ല അല്ലെ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോ ഇവരെന്താണ് ഈ കേരളക്കരയിൽ പഠിപ്പിക്കുന്നത്? ഇതൊക്കെ തലയ്ക്കകത്ത് ആളുതാമസമുള്ള ജനത ചോദിക്കും. പന്നി, ബീഫ്, കോഴി, ഈ സമയത്തൊക്കെ ഇതുങ്ങളെയും കൂടി മതത്തിലേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ? ഈ കൊച്ചു കേരളക്കരയിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും മതം കുത്തിക്കയറ്റുന്ന ആളുകളുടെ ലക്ഷ്യം ഈ രാജ്യത്തെ മതവൽക്കരിക്കുക എന്നതാണ്. 1. 2, ഇസ്ലാം മത വിശ്വാസികളെ മുഴുവനും വേറിട്ട് അരിച്ചു പെറുക്കി മാറ്റി നിർത്തുക. ചോദിക്കട്ടെ, അമ്പലത്തിൽ നോമ്പ് തുറക്കാമോ? പ്രവാചകൻ പഠിപ്പിച്ചോ അത്? CSI പള്ളി മൈതാനത്ത് ഈദ്ഗാഹ് നടത്താമോ? ഇതെങ്ങനെയാ ശരിയാകുക? അമ്പല കമ്മിറ്റിക്കാരൊരു നോമ്പ് തുറക്കി നിങ്ങളെയൊക്കെ ക്ഷണിക്കുന്നു. അതിനകത്തുള്ള പണമെല്ലാം ഹലാലാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യൻ ചർച്ച്, അതിനകത്ത് പന്നി തിന്നുന്ന ആളുകളില്ലേ? അവരുടെ പണമില്ലേ? അത് ഹറാമല്ലേ? അപ്പൊ കാഫിറുകളുടെ പരിപാടി നമ്മുടെ പള്ളിയിൽ പറ്റില്ല. പക്ഷേ ഞമ്മന്റെ കിതാബ് പ്രകാരം അവര് ഹറാമായ മാർഗത്തിലൂടെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് പറ്റും. വൺ വേ മാതരം അല്ല, വൺ വേ മതേതരം. കൊള്ളാം. എന്താല്ലേ ഇതൊക്കെ കണ്ടിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അവർക്കൊക്കെ രോമാഞ്ചം ഉണ്ടാകുകയാണ്. കാരണം രോമമില്ലാത്തവർക്ക് തൊലിയാഞ്ചം. അവര് വിചാരിക്കുവാണ്, നമ്മുടെ പള്ളിയില് നമ്മുടെ അമ്പലത്തില് വന്നിട്ടേ മുസ്ലിങ്ങളൊക്കെ കണ്ടില്ലേ നോമ്പ് തുറക്കുന്നു. അവരുടെ മതേതരത്വം ഒന്ന് കറകളഞ്ഞ മതേതരത്വം തന്നെയല്ലേ. ഇന്നലെ വരെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നതേ ഓണം ഹറാമാണെന്നാ. ഓണാഘോഷം ഹറാമാണ്. ക്രിസ്മസിന് വിഷു ചെയ്യരുത്, ഹറാമാണ്. വിഷു, ദീപാവലി, ഈസ്റ്റർ ഇതെല്ലാം അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളാണ്. അത് ഹറാമാണ് എന്നാ പറഞ്ഞേ. ഈ ഫത്വ, ഈ മതവിധി പുറപ്പെടുവിക്കുന്ന ആൾക്കാരുണ്ട്. അതിനു വേണ്ടിയിട്ട് വലിയൊരു കമ്മിറ്റിയും ഒരു സംഘടനയും ഒരു കുടുംബവും ഒക്കെ ഉണ്ട്. അങ്ങനെ സമസ്തയുടെയൊക്കെ ആശയം എന്താണെന്ന് നമുക്കറിയാം. പാണക്കാട് വീട്ടിലെ ആശയവും എന്താണെന്ന് നമുക്കറിയാം. ഓണപ്പാട്ട് പാടിയും അത്തപ്പൂക്കളം ഇട്ടും ഓണസദ്യ കഴിച്ചും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ. ഇരിക്കട്ടെ, സമസ്തയാണല്ലോ മുസ്ലിം ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നത്. അതേ സമസ്ത തന്നെ ഗണേശോത്സവത്തിന്റെ വേദിയിൽ നിലവിളക്ക് കൊളുത്തിയ മുൻ മന്ത്രി മുനീറിനെ കണ്ടിരുന്നോ? അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട നേതാവ് അണികളോട് പറയുക, ഇനിമേലാൽ മുനീർ അത് ചെയ്യില്ല കേട്ടോ. പാണക്കാട് തങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് പോലും. എന്താലേ അതായത് ഒരു മിനി പടച്ചോൻ, ഒരു മിനി പ്രവാചകന്റെ ഗോത്ര നേതാവ്, അതാണ് പാണക്കാട്. അവര് തീരുമാനിക്കും എന്ത് ചെയ്യണം, ആരെന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണല്ലോ. ഗോത്ര നേതൃത്വമല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാലും ആകെ ഒരു സമാധാനം. സ്നേഹത്തിന്റെ മതമാണ് ഇസ്ലാം, കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം. അസഹിഷ്ണുതയുടെ ഒരു കണിക പോലും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ
സഹിഷ്ണുതയുടെ എന്തെങ്കിലും ഉണ്ടോ ഉസ്താദെ ഇതിനകത്ത് എന്ന് ചോദിക്കേണ്ടി വരുന്നു. ഓണാഘോഷം നമുക്ക് ഹറാമാണ്. ഓണത്തിന്റെ അരിയോ കുഴപ്പമില്ല, അതിന്റെ അലവൻസ് ബോണസ് കുഴപ്പമില്ല. ഓണാഘോഷത്തിന്റെ വസ്ത്രം നമുക്ക് വിൽക്കാമോ? കുഴപ്പമില്ല, അല്ലേ? ഓണത്തിനല്ലേ ഏറ്റവും പൊടി പൊടിച്ച കച്ചവടം നടക്കുന്നത്. എല്ലാ രൂപത്തിലും ഓണക്കച്ചവടം കെങ്കേമമാക്കും. തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല, അതിനകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്ത് പണം കൊയ്തു വരുന്നത് ആരാണെന്ന് അറിയാമോ? മുസ്ലിങ്ങളാണ്. നിങ്ങൾക്കൊന്ന് വിലക്കി കൂടെ ഉസ്താദെ ഇതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞ്? ഓണാഘോഷത്തിന്റെ ചർച്ചയിലേക്ക് വരുന്ന കോട്ടിട്ട മുറിമുല്ലമാര്, ഇവരൊക്കെ എന്താണ് ഈ നാട്ടില് ഇവര് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആശയം? ഒരു പെൺകുട്ടി മഫ്തയിട്ടിട്ട് ഫ്ലാഷ് മോബ് കളിച്ചു പോലും. ക്യാൻസറിനെ കുറിച്ച്, എയ്ഡ്സിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോഴേക്ക് ഇസ്ലാം പൊളിഞ്ഞു ചാടും, അല്ലേ? ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടി പോലും, ക്ഷേത്രത്തിൽ ആ പെൺകുട്ടി നൃത്തമാടി പോലും. അതുകൊണ്ട് പള്ളിയും വിലക്കി. ആ പെൺകുട്ടിയുടെ മാതാവ് മരിച്ചപ്പോൾ പള്ളിയിൽ അടക്കിയിട്ടുമില്ല. പടച്ചോൻ എന്തൊരു സന്തോഷമാകും, അല്ലേ? ഇനിയും കസവും മുണ്ടുമിട്ട് സിൽക്ക് തട്ടവും അതല്ലെങ്കിൽ സെറ്റ് സാരിയും ഒരു മഫ്തയും ഇട്ട് പെണ്ണ് ചാടിയാൽ ശരീരം അനങ്ങിയില്ലേ? അത് ഹറാമല്ലേ? അപ്പൊ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? പർദ്ദയും മക്കരയും ഇട്ട് തുള്ളി. ഇപ്പോഴോ? എന്നിട്ട് ഓണപ്പാട്ടല്ലേ നിങ്ങൾക്ക് കുഴപ്പമുള്ളൂ? ശരി, എന്നാ ഹസ്ബി റബ്ബി ചൊല്ലാം. അഹദേ ഞങ്ങളുടെ കഴിവിന്റെ കഴിവുകൾ ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാ. അവരങ്ങനെയും പാടി ഓണം ആഘോഷിച്ചു. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇട്ട തുണി ഹറാമല്ല, ഹലാലാണ്. പാടിയ പാട്ട് ഹലാലാണ്. ചാട്ടത്തിനാണോ പ്രശ്നം? അതോ തട്ടത്തിനാണോ പ്രശ്നം? ഓണക്കളിക്കാണോ പ്രശ്നം? തിരുവാതിരക്കളിക്കാണോ പ്രശ്നം? ഇനി 15 ദിവസം കഴിഞ്ഞാൽ ഓണമല്ലേ? വരട്ടെ. ഒരു കലാരൂപം എന്നുള്ള നിലയിൽ ഇവർക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? തലച്ചോറിൽ മുഴുവനും മതം എന്ന വിഷമാണ്, മലമാണ്. അതുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത്. കസേരകളി കാണുന്ന ലീഗ് പ്രവർത്തകരെയൊക്കെ നമ്മൾ കണ്ടില്ലേ ഓണത്തിന്? അബുദാബിയിലെ മുസ്ലിങ്ങളുടെ ഓണാഘോഷം നമ്മൾ കണ്ടില്ലേ? വഅലൈക്കും അസ്സലാം എന്ന് പറയുന്ന മാവേലി വേഷമിട്ട കാക്കമാരെ നമ്മൾ കണ്ടില്ലേ? മുസ്ലിം പെൺകുട്ടികൾ ഇത്രയധികം പങ്കെടുത്ത ഒരു ഓണക്കാലം ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് മുസ്ലിം ലീഗുകാർക്ക് പോലും സമ്മതിക്കേണ്ടി വന്ന ഓണക്കാലമാണ് ഈ കഴിഞ്ഞു പോയത്. അതിനേക്കാൾ വലിയ മാറ്റമാണ് ഇനി വരാൻ പോകുന്നത്. ഇങ്ങനെ എത്ര പേർക്ക് ഇവര് മതം വിട്ട് പുറത്തു പോയി മുർത്തദായി എന്ന പട്ടം നൽകുമെന്നുള്ളതാണ് വിഷയം. കാർഷിക ഉത്സവമായി കേരളക്കാരാഘോഷിക്കുന്ന കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവം, അതിനെ ദ്രാവിഡനായ മഹാബലിയെ ചതിച്ചു കൊന്ന ആര്യദൈവമായ വാമനന്റെ കഥ അതൊന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ നമ്മൾ കണ്ടുവന്നു ക്രിസ്മസ്, ക്രിസ്തു ജനിച്ചു, അതുകൊണ്ടൊന്നുമല്ല. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, അതല്ലെങ്കിൽ നമ്മുടെ അയൽക്കാർ, നമ്മുടെ നാട്ടുകാർ, അവരൊക്കെ വളരെ സന്തോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ഉത്സവം. അതിനപ്പുറം നമ്മൾ ഇതിനകത്തൊന്നും കാണുന്നില്ല. ഈ വാമനന്റെയും മഹാബലിയുടെയും ഒക്കെ ചരിത്രം അറിഞ്ഞിട്ടല്ല നമ്മൾ ഇതിന്റെ പിന്നാലെ കൂടുന്നത്. ഓണം ഹിന്ദുവിൻ്റെയാണ് എന്ന് ഹിന്ദുക്കൾ അല്ല. മഹാബലി എന്ന് നിങ്ങൾ പറയുന്ന ആളിന്റെ പേര് മുഹമ്മദ് അലി എന്നായിരുന്നു. മമ്മാലി മമ്മാലി എന്ന് വിളിച്ചു മാവേലിയായി പോയതാണ് എന്ന് മുസ്ലിം പുരോഹിതൻ. നാട്ടിലെ ആ മഹാരാജൻ സത്യസന്ധനായ രാജാവായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ ചതിച്ചു കൊന്നതിന്റെ ഓർമ്മയാണ് മലയാള നാടിനു വേണ്ടി ഷഹീദായ ധീര രക്തസാക്ഷിയാണ് മഹാബലി എന്നും വഞ്ചനയുടെ മുമ്പിൽ സത്യം തോറ്റുപോയ ദിവസമാണെന്നും പറഞ്ഞു ഓരോരുത്തരും ആഘോഷിക്കുന്നതിന് അവനവൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട് അവർക്ക് എല്ലാവർക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ
അവരുടേതായിട്ടുള്ള മതവൽക്കരിക്കുന്നു, എല്ലാത്തിനെയും ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോകുന്നു. അതുപോലെ ഏതാണ്ട് നമ്മുടെ കേരളക്കരയിലും അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സാംസ്കാരിക അധിനിവേശത്തെ പ്രതിരോധിക്കാൻ വേറെ ഒരു വിഭാഗം ആളുകളും വന്നിട്ടുണ്ട്. നിലവിളക്ക് കൊളുത്തി വെച്ച് അതിനു ചുറ്റും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ വാനോളം പൊക്കിയും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയുമൊക്കെ സഹന്തും സ്വലാത്തും സലാമും ചൊല്ലി ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ് എന്ന് പാടി തിരുവാതിര കളിക്കുന്ന തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളോട് നിങ്ങൾക്ക് എന്ത് ഹറാമിനെ കുറിച്ചും ഹലാലിനെ കുറിച്ചുമാണ് പറയാനുള്ളത്? മാപ്പിളപ്പാട്ടുപാടി മാപ്പിള കലയായ കോൽക്കളി കളിക്കുന്ന ഹിന്ദു സ്ത്രീകളെ കുറിച്ച് എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? ബീഫ് വരട്ടിയതും ചിക്കനും മീനുമൊക്കെ അല്ലാതെ ഇതെങ്ങനെയാണ് നമ്മൾ ഓണസദ്യ കഴിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ? വെജിറ്റബിൾ സദ്യയെ പുച്ഛിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ന് എങ്ങനെയാണ് അവരൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്സപ്പിലിരുന്ന് മതവിധികൾ പുറപ്പെടുവിക്കുകയും ഹറാമുകളും ഹലാലുകളും ഒക്കെ പറഞ്ഞ് മനുഷ്യന്റെ ഇടയിൽ ഒരുപാട് ചേരിതിരിവുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹു എവിടെയാണ് നിൽക്കുന്നത് എന്നെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഹറാമായ മതവിധികൾ, ഹലാലായ മതവിധികൾ മനുഷ്യനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിക്കുന്ന രൂപത്തിൽ മതവിധികൾ പുറപ്പെടുവിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ. മുസ്ലിം സമൂഹത്തിലെ യുവാക്കൾ ഒരുവിധം അവരെ അവഗണിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വാട്സപ്പിൽ മുസ്ലിം പെൺകുട്ടികൾ പ്രൊഫൈൽ പിക്ചർ ഇടരുത്, ഇത് അവര് തന്നെ ഇവരെ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. ഇത് ഏത് രൂപത്തിലുള്ള മതവിശ്വാസികളാണ് നിങ്ങൾ എന്ന് ചോദിക്കേണ്ടി വരുന്നു. നിങ്ങൾ മുജാഹിദാണോ, അതോ ജമാഅത്തെ ഇസ്ലാമിയാണോ, അതോ സുന്നിയാണോ? നിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥം ഏതാണ് എന്നൊക്കെ ചോദിക്കേണ്ടി വരുവാണ്. അവരോട് ബഹുദൈവ വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും പിൻപറ്റൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരിൽ സത്യനിഷേധികളിൽ അധികം ആളുകളും ഊഹത്തെ പിന്തുടരുന്നവരാണ്. തീർച്ചയായും സത്യത്തിന്റെ സ്ഥാനത്ത് ഊഹമൊട്ടും പര്യാപ്തമാകുകയില്ല എന്ന് ഖുർആൻ 10-ാം അധ്യായത്തിലെ 36-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മക്കളെ, അതുകൊണ്ട് ഓണം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇന്നത്തെ യുവതലമുറയുടെ അടുത്തേക്ക് ചെന്നാൽ ഓണാഘോഷം ഹറാമാണല്ലേ, ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ആഘോഷങ്ങളിലൊന്നും നമ്മൾ പങ്കുചേരാൻ പാടില്ല അല്ലേ? എന്നാ പിന്നെ വാപ്പ നമുക്ക് ഓണക്കിറ്റ് വേണോ? എന്തിനാണ് വാപ്പ നമുക്ക് ഓണക്കിറ്റ്? അത് ഹറാമല്ലേ വാപ്പ? ഓണത്തിന്റെ അലവൻസ് ഹറാമല്ലേ വാപ്പ? ഓണത്തിന് വേണ്ടി പ്രത്യേകമായി കുടിശ്ശിക കിടന്ന പെൻഷനൊക്കെ തന്നു തീർക്കുന്നു, റേഷൻ കടകളിലൂടെ ആനുകൂല്യങ്ങൾ, ഇതൊക്കെ ഹറാമല്ലേ? കുറെ എട്ടും പൊട്ടും തിരിയാത്ത ഒരെണ്ണം വന്നിട്ടുണ്ട് കേട്ടാ. അക്ഷരം പോലും അറിയില്ല, മലയാള ഭാഷ പോലും നന്നായി എഴുതാനോ വായിക്കാനോ അറിയാത്ത കുറച്ച് കാക്കാമാർ ഈ കാലഘട്ടത്തിൽ ജീവിക്കുക. മലയാള ഭാഷ പോലും അറിയില്ല. അപ്പോ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഹറാമും ഹലാലും തൽക്കാലം അങ്ങ് മാറി നിൽക്കും. ഇപ്പോൾ വയനാട്ടിൽ ദുരന്തം വന്ന സമയത്ത് എപ്പോഴാണ് ഇവർ ഹറാമും ഹലാലും കൊണ്ടുവന്നത്? ഇതാ ഞാൻ പറഞ്ഞത്. സിനിമ, ഓണാഘോഷം, പിറന്നാളാഘോഷം, ക്രിസ്മസ്, വിഷു, കേക്ക് മുറിക്കൽ, ദീപാവലി, ഇതൊക്കെ പ്രത്യേകിച്ച് ഈ സമയങ്ങളിലൊക്കെ കുറച്ച് മതപുരോഹിതന്മാർ അവതരിക്കും. അവരൊക്കെ പറയും, അയ്യോ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഗ്രൂപ്പുകളിലും ഒക്കെ അവർ വലിയ ചർച്ചകൾ കൊണ്ടുവരും, ഹറാമും ഹലാലും ഒക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവരുടെ ജീവിതം വരുമ്പോഴോ ഹറാമായതെല്ലാം ഹലാലാകും. അതുവരെ ഇവർ ടി വിയെ ശൈത്താൻ പെട്ടി എന്നാ പറഞ്ഞിരുന്നത്.
പിശാചിന്റെ പെട്ടി. കൊറോണ വന്ന സമയത്ത് TV കടകളിൽ തൊപ്പിയും തലപ്പാവും വെച്ച പൊറോട്ട കെട്ടുകാരുടെ വൻ നിര. ഓണാഘോഷം, TV, സിനിമ, നാടകം. ഇന്ന് സിനിമാ മേഖലയിൽ, നാടക മേഖലകളിൽ, സീരിയൽ മേഖലകളിൽ, സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികളാണ്, മുസ്ലിം സ്ത്രീകളാണ് തിളങ്ങി നിൽക്കുന്നത്. ഇവരുടെ മതവിധിയിലൊന്നും ഇവരെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലേ? ഇവരുടെ മതഗ്രന്ഥങ്ങൾ കൊണ്ട് അവരെ തളയ്ക്കാൻ പറ്റുന്നില്ലേ? ഇവർക്ക് പറ്റുമോ ഹറാമും ഹലാലും പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ? ഖുർആൻ ക്ലാസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മറ്റേത് മതവിശ്വാസികളെക്കാൾ ഏറ്റവും കൂടുതൽ മതപ്രബോധനം നടത്തുന്ന വിഭാഗം ഇസ്ലാം മതവിശ്വാസികളല്ലേ? അയ്യോ, ഓണാഘോഷത്തിൽ ഒരു പായസം പോലും കുടിക്കരുത് കേട്ടോ, പൂക്കളം പോലും ഇടരുത് കേട്ടോ, അതൊക്കെ വളരെ തെറ്റാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ പെരുന്നാളിനേക്കാൾ ഓണാഘോഷം അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു. എന്തേ കാരണം? ആകെ ഒരു ജീവിതമേ ഉള്ളൂ, ഇതിനകത്ത് ആർമാദിച്ച് തീർക്കണമെന്ന് അവർക്കും ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു. ഒരു പണ്ഡിതന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് വല്ലാതെ വൈറലായിട്ടുണ്ട്. ഇന്നല്ല, കുറച്ച് ഓരോ ഓണ സന്ദർഭങ്ങളിലും അദ്ദേഹം ഇടുന്നതാണ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ്. അപ്പോൾ സ്റ്റാറ്റസ് ഇപ്പം ആർക്കും ഇടാമല്ലോ, സർവ്വസാധാരണമല്ലേ. അത് മറ്റൊന്നുമല്ല, ഓണത്തെക്കുറിച്ച് തന്നെയാണ്. ഓണത്തിന് സാരി ഉടുത്ത് തലയിൽ തട്ടമിട്ട് മുസ്ലിം പെൺകുട്ടികൾ പോകുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം പൊടിയുവാണ് കേട്ടോ. പൂക്കളമിടാൻ ഇത്രയൊക്കെ തനിച്ച ഹറാമു ചെയ്യുന്ന നീ എന്തിനാണ് പെണ്ണെ കഷ്ടപ്പെട്ട് തലയിൽ തട്ടമിടുന്നത് എന്ന് ചോദിച്ചാൽ പറയും, മുസ്ലിം അല്ലേ, തല മറച്ചില്ലെങ്കിൽ പടച്ചവൻ ശിക്ഷിക്കില്ലേ? യാ അല്ലാ, പടച്ചവനെ ഭയമുള്ള ആരെങ്കിലും ഉണ്ടല്ലോ എന്ന്. ബാക്കി സാരി ഉടുത്ത് ഓണം ആഘോഷിക്കുന്നതിനും പൂക്കളമിടുന്നതിനും ചെരിഞ്ഞും മറിഞ്ഞും ഫോട്ടോ എടുക്കുന്നതിനും പടച്ചവൻ ശിക്ഷിക്കില്ലേ? ഇതൊക്കെ ചെയ്താൽ പടച്ചവൻ സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് റഫർ ചെയ്യുമല്ലോ. അല്ല, അങ്ങനെയാണ് പലരുടെയും വിചാരം. ഉസ്താദ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുവാണ്. അല്ല ഉസ്താദേ, ഈ അറബികളൊക്കെ മദ്യപിക്കാറില്ലേ? വ്യഭിചരിക്കാറില്ലേ? എന്തുണ്ട് നിങ്ങൾക്ക് പറയാൻ? അവര് നായയെ വളർത്താറില്ലേ? ഈ അറേബ്യൻ രാജ്യത്തെ ഭരണാധികാരികളുടെ മക്കളും ഭാര്യമാരും ഒക്കെ നിങ്ങൾ ഈ പറയുന്നത് പോലെ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നടക്കുന്നവരാണോ? ദുബൈ രാജ്ഞി, രാജകുമാരി ഓൺലൈൻ വഴി ഭർത്താവിനെ ഒഴിവാക്കിയ ഷെയ്ഖ മെഹ്റയെ ഒന്ന് നിങ്ങൾ കണ്ടില്ലേ? അതെങ്ങനെ കാണാനല്ലേ? അത് അവിടെയല്ലേ? അവിടെ പോയിട്ട് അവരോട് നിങ്ങൾ മുസ്ലിം അല്ല, നിങ്ങളുടെ മകളിതാ നരകത്തിന്റെ വിറകുകൊള്ളിയായി കൊണ്ടിരിക്കുന്നു രാജാവേ എന്ന് പറയാൻ പറ്റുമോ? അതാണ് ആ മതനിയമമൊക്കെ നമുക്ക് ഇവിടെയേ പറ്റൂ. അവിടെ പോയിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ ദുബൈ ഭരണാധികാരിയോ, സൗദി ഭരണാധികാരിയോ, ഖത്തറോ, ഒമാൻ, അവിടെ ഏത് ഭരണാധികാരികൾ നരേന്ദ്രമോദി ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ ആരെങ്കിലും സംഖ്യയാക്കാറുണ്ടോ? ഇല്ല. അതൊക്കെ നമുക്ക് ഇവിടെയേ അതൊക്കെ പറ്റൂ. അപ്പോ മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷം ഹറാമാണ്. ഓണാഘോഷമേ തട്ടമിട്ട് പൂക്കളമിടുന്നോ? ഓ, ഇതൊന്നും പടച്ചോന് ഇഷ്ടമല്ല കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് കള്ളു കുടിക്കാലോ അല്ലേ? അടിമകളെ ഭോഗിക്കാൻ ഇസ്ലാം അനുവദിച്ചതല്ലേ? വീട്ടിൽ നിൽക്കുന്ന സെർവന്റുമായിട്ട് ഡിങ്കോഡാൽഫി ചെയ്യാമല്ലോ, അറബികൾക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഓണാഘോഷം തടസ്സമാണെന്നാണ് ഉസ്താദ് പറയുന്നത്. അല്ല, ഇത് നിങ്ങളോട് ആരാ പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞതല്ലേ പൊതുവെ ഹദീസുകളാകേണ്ടത്? പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഓണം ആഘോഷിച്ചിരുന്നോ കേരളക്കാർ? കേരളം ഉണ്ടായിരുന്നോ? അത്തപ്പൂക്കളം ഉണ്ടായിരുന്നോ? ഓണവും തിരുവാതിരയും ഒക്കെ ഉണ്ടായിരുന്നോ? വടംവലിയും സുന്ദരിക്ക് പൊട്ടുകുത്തലും ഒക്കെ ഉണ്ടായിരുന്നോ കേരളത്തില്? അപ്പോഴാണോ പ്രവാചകൻ പറഞ്ഞത് അതെ ഇത് നമുക്ക് ഹറാമാണെന്ന്? എന്ത് മാനദണ്ഡമാണ് ഇവർ ഈ പറയുന്നതെന്നെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ഇനി സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെയും 73ാമത്തെ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ലേ ഈ മത്സരിക്കുന്നത്? അല്ലേ?
72 സ്വർഗത്തിലെ പെണ്ണുങ്ങളോടൊപ്പം 73ാമതൊരു സ്ഥാനത്തിനു വേണ്ടിയാണ് ഇവിടെ പെണ്ണുങ്ങൾ ഇക്കണ്ട ത്യാഗമെല്ലാം സഹിക്കുന്നത്. പുരുഷന്റെ ഭർത്താവിന്റെ കാൽപാദത്തിനടിയിലെ സ്വർഗത്തിനു വേണ്ടി. അപ്പൊ ആ സ്വർഗം പെണ്ണിന് കിട്ടില്ല. അപ്പൊ ഇന്ന് യുവതലമുറ ഒരു കാര്യം ഒന്ന് ഉറച്ച് തീരുമാനിച്ചു, അതെ, നിങ്ങളുടെ സ്വർഗം ഞമ്മക്ക് മാണ്ട, നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങൾ പൊയ്ക്കോളി, ഞമ്മളില്ല. ഇന്നത്തെ കാലത്ത് നിങ്ങളെ 6-ാം നൂറ്റാണ്ടിന്റെ കള്ളും പെണ്ണും മദ്യപ്പോയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നാലേ പൊരിച്ച മീനിന്റെ കരലും കട്ടിത്തന്നെ ഇവിടെ ഇരിക്കും, നിങ്ങൾക്ക് സ്വർഗം ഞാൻ തരാമെന്ന് പെൺകുട്ടികൾ പറയും. അവിടെ കിട്ടുന്നത് എല്ലാം ഇവിടെയും കിട്ടും. ഇത്തരം മതഭ്രാന്തന്മാര് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ വർഗീയതയും മതസ്പർദ്ധയും അന്യമത വിരോധവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികൾ ആഘോഷിച്ചു കൊണ്ടിരുന്ന കാർഷിക ഉത്സവത്തിലേക്ക് ഇവർ മതം കൊണ്ടുവന്നപ്പോൾ അത് സ്റ്റാറ്റസ് ആക്കിയിട്ട് ലോക ജനങ്ങളെ മുഴുവനും ചിന്തിപ്പിച്ചപ്പോൾ യുവതലമുറ മനസ്സിലാക്കി ഈ മതം ഒരിക്കലും മാനവികത നിലനിൽക്കുന്ന മതമല്ല. എന്റെ കൂട്ടുകാരന്റെ തുണി പൊക്കി നോക്കി അവൻ അറ്റമുണ്ടോ ഇല്ലേ എന്ന് നോക്കി അവനുമായിട്ട് ചങ്ങാത്തം സ്വീകരിക്കണമെന്ന് പറയുന്ന ഈ മതം എനിക്ക് വേണ്ട എന്ന് പറയത്തക്ക രൂപത്തിലേക്ക് യുവതലമുറയെ കൊണ്ട് ചിന്തിപ്പിച്ചു. മറ്റു മതസ്ഥരുടെ മുമ്പിൽ ഇവർ അവഹേളിക്കപ്പെടുവാണ്. കേരളം പോലെ മനുഷ്യർ മതത്തിനപ്പുറം സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഒരിടത്തേക്ക് ഇവർ ഓണം പാടില്ല, ഓണാഘോഷം പാടില്ല, പായസം പാടില്ല, അത്തപ്പൂവ് പാടില്ല, തട്ടമിട്ടിട്ട് പോലും സെറ്റ് സാരി പാടില്ല, നിങ്ങൾ അത്തപ്പൂക്കളത്തിന് ചുറ്റും തിരുവാതിര ഇതൊന്നും പാടില്ല, ബോണസ് അലവൻസ് ഓണക്കിറ്റ് അതിൽ മാത്രം നമുക്ക് ഒരു കുഴപ്പമില്ല, ഇങ്ങോട്ട് പോന്നോട്ടെ, അവയവം ഞമ്മൻ്റേത് അങ്ങോട്ട് കൊടുക്കൂല, ഏവൻ്റേത് വേണമെങ്കിലും ഞമ്മക്ക് വേണം, ഏത് മതക്കാര് വേണമെങ്കിലും ഞമ്മന്റെ മതത്തിലോട്ട് വന്നോട്ടെ, കുഴപ്പമില്ല, ഞമ്മന്റെ മതത്തിലേക്ക് വന്നാൽ പുരുഷന്മാരാണെങ്കിൽ അറ്റമേ പോകൂ, തിരിച്ചു പോയാൽ തലയിടറ്റം പോകും, എല്ലാം ഞമ്മക്കൊരു പ്രത്യേകതയാണ്. മറ്റു മതവിശ്വാസികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമോ എന്ന ഒരു ചോദ്യം പോലും ഉയർന്നു വന്നത് ഈ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ വന്നതിന് ശേഷമാണ്. അതിനുശേഷമാണ് എന്റെ മതം മാത്രമാണ് ശരി, മറ്റുള്ളവരുടെ മതങ്ങൾ, സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ആരാധനാമൂർത്തികൾ ഇതെല്ലാം തെറ്റാണ്. ഇങ്ങനെ മനുഷ്യനെ പരസ്പരം മതത്തിന്റെ പേരിൽ സഹിഷ്ണുതയില്ലാത്തവരാക്കി മാറ്റിയത് ഇത്തരം മതപുരോഹിതന്മാരാണ്. ഇവരുടെ ഇരട്ടത്താപ്പുകളാണ്. ഇത്തരം വിഷയങ്ങൾ ചർച്ച നടത്തുന്ന ഇടങ്ങളിൽ നമുക്ക് കാണാം കുറെ മുസ്ലിം നാമധാരികൾ. ഞാനൊരു മുസ്ലിമാണ്, പക്ഷെ എനിക്ക് ഒരുപാട് അമുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അവൻ എങ്ങനെയാ മുസ്ലിം ആകുക? ഖുർആനിക വിശ്വാസ പ്രകാരം. നിന്റെ സുഹൃത്തിനെ ഉറ്റമിത്രമായി ബഹുദൈവാരാധകരെ സ്വീകരിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? ഞാനൊരു മുസ്ലിമാണ്, പക്ഷെ എന്നാലും ഞാൻ മുസ്ലിങ്ങളുടെയൊക്കെ വീട്ടിൽ പോയി ഓണസദ്യ കഴിക്കാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. എങ്ങനെയാ ഇവൻ മുസ്ലിം ആകുക? ശരിയായ മുസ്ലിമിനെ കുറിച്ചിട്ടല്ലേ മതപുരോഹിതന്മാര് പറയുന്നത്. അപ്പോൾ ഈ മതപുരോഹിതന്മാർക്കല്ല പ്രശ്നം, നമ്മുടെ ഇസ്ലാമിനാണ് പ്രശ്നം. നമ്മുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കി വള്ളിയും പുള്ളിയും കുത്തും കോമയും നോക്കി പിൻപറ്റുന്നവരല്ല മുസ്ലിം ആളുകളൊന്നും. ഇവർക്ക് സ്വന്തം വീട്ടിൽ എത്രയോ മുസ്ലിങ്ങൾ ഉണ്ട് കേട്ടോ. ഇല വെട്ടിയിട്ട് ഓണസദ്യ കഴിക്കുന്ന ആളുകളുണ്ട്. അപൂർവമായിട്ട് പല ആളുകളെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുമുണ്ട്. അവര് മതബോധമില്ലാത്തവരാണ് എന്നാണ് ഒരു വിഭാഗം മുസ്ലിം പുരോഹിതർ പറയുന്നത്. അവർക്കത് മതമല്ല, സൗഹാർദ്ദം, സ്നേഹം, ഐക്യം ഇത് മാത്രമാണ്. അപ്പോ നമുക്കറിയാം, ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഒരുപാട് മുസ്ലിം വ്യാപാരികളില്ലേ, അവര് ക്രിസ്മസ് കാർഡുകൾ വിൽക്കാറില്ലേ, ക്രിസ്മസ് ട്രീ, സ്റ്റാർ ഇതൊക്കെ ഇറക്കുമതി ചെയ്യാറില്ലേ, ഇതൊക്കെ വാങ്ങിച്ചിട്ട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉപയോഗിക്കാറില്ലേ, പലർക്കും സമാനമായി നൽകാറില്ലേ, ആ ഉത്സവത്തിൽ പങ്കുചേരുന്നില്ലേ? ഇതൊക്കെ ചെയ്യാൻ പാടുള്ള കാര്യമാണോ? അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ വിലക്കാത്തത്?
വില പോവില്ല അല്ലെ? ക്രിസ്ത്യാനികളോ ജൂതന്മാരോ കാഫിറുകളോ ഒക്കെ നടത്തുന്ന ഉത്സവങ്ങളില് എങ്ങനെയാണ് മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നത്? അത് ശരിയാണോ? ആരെങ്കിലും ഒരു ജനതയെ അനുകരിക്കുന്നവനാണെങ്കിൽ അവനും അവരിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് അനുകരിക്കരുത് എന്നല്ലേ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്? ഇവിടെ ഇതൊക്കെ തുറന്നു പറയുന്ന മുസ്ലിം പുരോഹിതർക്കല്ല പ്രശ്നം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ക്രിസ്ത്യന ഇവരാഘോഷിച്ചാലും ആഘോഷിച്ചിട്ടില്ലെങ്കിലും അവർക്കതൊന്നും പ്രശ്നമില്ല. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളവും അതെ, നിങ്ങളുടെ ആഘോഷങ്ങളിൽ ഞങ്ങൾ വരാം, ഞങ്ങളുടെ ആഘോഷങ്ങളിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വൈകാരികത കാണിക്കുകയോ അതൊന്നും ഇവിടെ വിഷയമല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സിനിമ ഹറാമാണല്ലോ, സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന കാശ് ഹറാമാകുമോ? ചോദിച്ചതാണേ. കാരണം നമ്മുടെ പ്രമുഖ നടന്മാരൊക്കെ ഇഷ്ടംപോലെ പണം ദാനം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളം സിനിമ, തമിഴ്, തെലുങ്ക് വ്യത്യസ്തമായ ഭാഷകളിൽ അഭിനയിക്കുന്ന മേഖലകളിലെ നിരവധി ആളുകൾ ചേർന്ന് വയനാട്ടിലെ ദുരന്ത മേഖലയിൽപ്പെട്ട ആളുകളുടെ ദുരിത ജീവിതത്തിൽ നിന്നും ദുരന്ത നിവാരണം ചെയ്യുന്നതിനു വേണ്ടി കോടികൾ കൊടുത്തില്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എടുത്ത് നിങ്ങളൊന്ന് അരിക്ക്, എന്നിട്ട് അതിലെ ഹറാമും ഹലാലും ഒന്ന് നികത്ത്. മുസ്ലിം സമൂഹത്തെ ഈ രൂപത്തിൽ കുരിശിൽ നിർത്തുന്നത് ആരാണെന്നറിയാമോ? ഇസ്ലാം. ഇത് പറയുന്ന മുസ്ലിം പുരോഹിതരെ നമുക്ക് ചിലപ്പോൾ ഊളത്തായി ഒക്കെ നമുക്ക് പറയാം. ഇവരെന്താണ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ലേ? അവർക്കല്ല പ്രശ്നം. യഥാർത്ഥ പ്രശ്നം നമ്മുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കാണാം. കള്ളുഷാപ്പിൽ കയറി, മുഹമ്മദ് കുട്ടി എന്നാണ് അയാളുടെ പേര്, കഴിക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചു. സപ്ലൈർ പറഞ്ഞു പന്നിയിറച്ചിയുണ്ട്, പിന്നെ ഉള്ള സാധനങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പന്നിനാ ഞങ്ങൾക്ക് ഹറാമാണ്, പന്നി വേണ്ട, ബാക്കിയുടെയൊക്കെ ഇനം പറഞ്ഞു. കാര്യം മനസ്സിലായില്ലേ? അപ്പോ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഹറാമും ഹലാലും നോക്കിയാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ആണോ? ഊളത്തായിയോട് അതുകൊണ്ട് കേരളക്കര പറഞ്ഞു, പലിശ ഹറാമാണ് ഉസ്താദേ, വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണ് പലിശ ഉസ്താദേ. പലിശ വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, എഴുതുന്നവൻ, രേഖപ്പെടുത്തുന്നവൻ, തിന്നുന്നവൻ, തീറ്റിക്കുന്നവൻ, ഇവരൊക്കെ ഹറാമാണ് ഉസ്താദേ. ഇതുവഴിയൊക്കെ ഉണ്ടാക്കുന്ന പണം ഹറാമാണ് ഉസ്താദേ. അപ്പോൾ കേരള ബാങ്കിന്റെ ഡയറക്ടറാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയായ വ്യക്തി എന്ന് പറഞ്ഞാലോ? അബ്ദുൽ ഹമീദ് മാഷ്, അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. എങ്ങനെ ശരിയാകും? കേരളത്തിലുള്ള മറ്റു മതസ്ഥരെ മുഴുവനും ഉപദേശിച്ച് നേരെയാക്കാൻ, അതല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളെ മുഴുവനും ഹലാലായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മതപ്രബോധനം നടത്തുന്ന നിങ്ങൾക്ക് ഇവരെയൊക്കെ ഒന്ന് ശരിയാക്കാൻ പാടില്ലേ? ഇപ്പൊ ഒരു മഹല്ല്, ആ മഹല്ലാണ് അവിടുത്തെ ഉസ്താദന്മാർക്ക് ചോറ് കൊടുക്കേണ്ടത്. ഇന്നൊരു വീട്ടുകാരൻ, ആ വീട്ടുകാരാണ് ഉസ്താദിന് 3 നേരം ചോറ് കൊടുക്കേണ്ടത്. അടുത്ത വീട്ടുകാരൻ, അടുത്ത വീട്ടുകാരൻ, ഇവരൊക്കെ 100% ഹലാലായി ഉണ്ടാക്കുന്നതാണ് എന്ന് ഉറപ്പാക്കിയിട്ടാണോ വാങ്ങിച്ചു നിൽക്കുന്നത്? റമദാൻ മാസത്തിലെ പള്ളികളിൽ കഞ്ഞിയുണ്ട്, നോമ്പുതുറയുമുണ്ട്. അതിലെ ഹറാമും ഹലാലും ഒക്കെ നോക്കിയിട്ട് തന്നെയാണോ വെട്ടി വിഴുങ്ങുന്നത്, സൗജന്യമായിട്ട് കിട്ടുന്നത്? 27-ാം രാവിലെ ചോറുണ്ട്, നെയ്ച്ചോറുണ്ട്, നബിദിനത്തിനും മറ്റേ മൗലൂദുകൾക്കും ഒക്കെ ചോറും ഇറച്ചിയും ഒക്കെ കൊടുക്കാറുണ്ട്. അത് ഹലാലാണോ? കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട്, ടീച്ചറെ ഞങ്ങൾക്ക് പള്ളിക്ക് ഇതുപോലെ ഒരു സഹായം വേണം, നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊന്നും ചെയ്യണം. പള്ളിക്കോ? യൂട്യൂബിലൂടെ മതം വിട്ട ആളാണ് ഞാൻ. യൂട്യൂബിലൂടെ അള്ളാഹുവിനെയും റസൂലിനെയും വിമർശിച്ച് ചീത്ത പറഞ്ഞ് ഉണ്ടാക്കുന്ന പൈസയാണെന്നാണ് ഇവർ പറയുന്നത്. ഹറാമാണല്ലേ? അല്ല, നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഹലാലാണല്ലേ? അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഹറാമാണല്ലേ? ആരും യൂട്യൂബിൽ വീഡിയോ ചെയ്തത് മോക്ഷത്തിന് വേണ്ടിയല്ല ഉസ്താദേ. എല്ലാ ഉസ്താദന്മാരും ഇന്ന് യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട്, മോണിറ്റൈസേഷൻ ഓണുമാണ്. യൂട്യൂബിന്റെ പൈസ ഹറാമാണെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? എങ്ങനെയാ ഹലാലാകുക നിങ്ങൾക്ക്?
അവനവന്റെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം ഹറാമുകൾ ഹലാലുകളായി മാറും, ഹലാലുകൾ ഹറാമുകളായി മാറും. വിചിത്രമായ മതബോധനമാണ് ആകെ ഞമ്മക്കുള്ളൊരു സമാധാനം. ഇങ്ങനെ അവസരത്തിനൊത്ത് ഹറാമുകളും ഹലാലുകളും മാറ്റിക്കളിക്കുന്ന ഇവരുണ്ടല്ലോ. ഈ സിനിമാ മേഖല ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഒരു പെണ്ണ് സിനിമയിൽ അഭിനയിക്കുന്നു, എത്രയോ ത്യാഗം സഹിച്ചു, ഒരു പക്ഷേ പലർക്കും വഴങ്ങിക്കൊടുത്തിട്ട് തന്നെ അവസരങ്ങൾ ലഭിച്ച മുൻകാല നടിമാരെ സംബന്ധിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വിഷയങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് ഹറാമാണോ ഹലാലാണോ? പെണ്ണുങ്ങൾ ജോലിക്ക് പോകരുത് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. പെണ്ണുങ്ങൾ പുറത്തുപോയി ജോലി ചെയ്തുണ്ടാക്കിക്കൊണ്ടുവരുന്ന പണം നിങ്ങളുടെ ഇത്തരം സഹായ ഫണ്ടുകളിൽ ഉണ്ടോ ഉസ്താദേ? അതും വേണ്ട. ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത പണം നിങ്ങൾക്ക് ഹലാലല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന കേരളത്തിന്റെ മതേതരത്വത്തെ തകർത്ത്, സ്വതന്ത്ര ഭാരതത്തിന്റെ ജനാധിപത്യത്തെ തകർത്ത്, അത് ഇസ്ലാം മതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലെ, SDPI പോലെ, സിമി പോലെ, PDP പോലെ ഒരു സംഘടന, ഈ സംഘടനയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ കേരളത്തിൽ മലയാളികളെ ഉൾപ്പെടെ കൂടുതൽ ആളുകളെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കേട്ടിരുന്നോ? ആ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത പണം ഇന്ന് പല പള്ളികളിലുമുണ്ട്. AC രൂപത്തിൽ, കെട്ടിടങ്ങളുടെ രൂപത്തിൽ, മദ്രസകളുടെ രൂപത്തിൽ, സിമന്റിന്റെയും കമ്പിയുടെയും ടൈലിന്റെയും ഡോറിന്റെയും രൂപത്തിൽ. എതിർക്കാമോ? മയക്കുമരുന്നിന്റെ പണമുണ്ടതില്, കള്ളനോട്ടിന്റെ പണമുണ്ടതില്, മലദ്വാർ വഴി ഹലാലാക്കി എടുക്കുന്ന പ്യൂരിറ്റി ഗോൾഡിന്റെ പണമുണ്ടതില്. ഇവരെ ഈ NIA അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളുകളുടെ ലക്ഷ്യം രാജ്യവ്യാപകമായി സ്ഫോടനം നടത്താനായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്ന് NIA റിപ്പോർട്ട് ചെയ്തു. അമുസ്ലിങ്ങളെ മുഴുവനും പൊട്ടിത്തെറിപ്പിക്കുക, അതുവഴി അവനും ഇരുമ്പ് ചെട്ടിയിട്ട് കല്യാണ സാധനം ഒതുക്കി വെച്ചിട്ട് പൊട്ടിത്തെറിക്കുക. ഈ സംഘത്തിന്റെ തലവിനെ കൊച്ചിയിൽ നിന്നാണ് പിടിച്ചത്. മുർഷിദ് ഹസൻ എന്നാണ് അയാളുടെ പേര് എന്ന് NIA റിപ്പോർട്ട് ചെയ്തു. ഈ സംഘടനയുമായി ബന്ധമുള്ള 10ഓളം ആളുകളെ ഒറ്റ ദിവസം തന്നെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ പിടിച്ചെടുത്തു. NIA കൂടുതൽ ആളുകൾ പിടിയിലാകുമെന്ന് പറയുകയും ചെയ്തു. ISന്റെ സ്ലീപ്പിംഗ് സെല്ലുകളായി പ്രവർത്തിക്കുന്ന 30 പേരാണ് കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിന് പിന്നാലെ പൊക്കിയെടുക്കപ്പെട്ടത്. ജമിയത്തുൽ മുജാഹിദീൻ എന്ന ബംഗ്ലാദേശ് സംഘടന, ISIS ബന്ധമുള്ള ബംഗ്ലാദേശ് ഭീകര സംഘടനയ്ക്ക് കേരളത്തിൽ സാന്നിധ്യമുള്ളതായിട്ട് സംശയിക്കുന്നു എന്നാണ് NIA പറഞ്ഞത്. 2019 ഈ കേരളത്തിൽ നിന്നും അറസ്റ്റിലായ 7 പേർക്ക് ഈ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് കേന്ദ്ര ഏജൻസികൾ പറഞ്ഞു. എപ്പോഴെങ്കിലും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ഹറാമാണെന്നും ഈ രാജ്യത്തെ നശിപ്പിക്കാമെന്ന രൂപത്തിൽ മറ്റു രാജ്യങ്ങളുമായി കരാറുണ്ടാക്കി ഈ രാജ്യത്തെ ദ്രോഹിക്കുന്ന നടപടി, അതുവഴി ഉണ്ടാക്കുന്ന കോടിക്കണക്കിന് പണം, അത് തെറ്റാണെന്നും പറയാൻ, അതിലെ ഹറാമും ഹലാലും തെരഞ്ഞു പറയാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് സാധിക്കാതെ പോകുന്നത്? അതിൽ ഞാൻ പറഞ്ഞുതരാം. അവിടെ കൊല്ലപ്പെടുന്നത് ആരാ? അമുസ്ലിങ്ങൾ. കുറച്ച് അമുസ്ലിങ്ങളെങ്കിലും കൊല്ലപ്പെട്ടാൽ അത്രയും സമാധാനമാകില്ലേ? ഇവർക്ക് എന്താ പറ്റുകയെന്നറിയോ? സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്താൻ ഇവരൊക്കെയാ. പക്ഷേ സ്ത്രീകൾ വേശ്യകളാണെന്നും അങ്ങനെയൊക്കെ ഇവർ പലപ്പോഴും പറയാറുണ്ടല്ലോ. ഇവർക്കെതിരെ ഫെമിനിസ്റ്റുകളും വരില്ല, സാംസ്കാരിക നായകരും വരില്ല, ഇടത് വലത് രാഷ്ട്രീയ നേതാക്കളും പ്രതികരിക്കില്ല. കാരണം എന്തെന്നറിയാമോ? പറയുന്നത് മുസ്ലിം പുരോഹിതന്മാരാണ്. വോട്ട് ബാങ്ക് വേണ്ടേ? പിന്നെ കൂട്ടം ചേർന്ന് ആക്രമിക്കപ്പെടില്ലേ? കാവിധാരിയാണത് പറഞ്ഞതെങ്കിൽ
പൊളിച്ചടിക്കുകയാണ്. പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന ഭൂരിഭാഗം വീടുകളും അടിവസ്ത്രം വരെ നാനാഭാഗത്തും അഴിച്ചിട്ടിട്ടുണ്ടാകുമെന്നും ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് അവിഹിതമുണ്ടാകുമെന്നും ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ പൂമുഖവാതിൽക്കൽ കുറ്റിച്ചൂലിൽ മൂത്രമൊഴിച്ചുകൊണ്ടാണ് ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നതെന്നുമൊക്കെ അടിമുടി സ്ത്രീ വിരുദ്ധതകൾ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന പുരോഹിതൻ പറഞ്ഞപ്പോൾ കേരളം രണ്ട് കൈയും കൂട്ടിയ തത്വത്തെ സ്വീകരിച്ചു. ഇതാണ് പ്രശ്നം. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവര് ഇന്ന് ഹറാമുകളും ഹലാലുകളും ഒക്കെ പറഞ്ഞ് യുവതലമുറയോട് പോയാൽ അവരാരും അത് അംഗീകരിക്കില്ല. നിങ്ങളൊന്ന് പറയും, ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ഒരു ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞു നോക്കിയേ. എത്ര കുട്ടികൾ പഠനം നിർത്തുമെന്നും നിങ്ങളുടെ വാക്കിനെ വലിച്ചെറിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് കല്ലെറിഞ്ഞ് ഓടിച്ചിട്ട് ആ കുട്ടികൾ പഠിക്കാൻ പോകുമെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു മുസ്ലിം പെൺകുട്ടി ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത് എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. എസ് ടി എടുത്തിട്ട് ബസ്സിലാണ് കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ കൊച്ചു കുട്ടികളെ സോനു ശരിയാണ്, മദ്രസകളിൽ പീഡിപ്പിക്കുന്ന ഉസ്താദുമാര് ചെയ്യുന്ന ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഏതെങ്കിലും ഊളത്തായിമാർ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടോ? വർദ്ധിച്ചു വരുന്ന പീഡനങ്ങളെ കുറിച്ച് പറയില്ല. കാരണം എന്തെന്നറിയാമോ? അവരുടെയൊക്കെയും ഉള്ളിലിരിപ്പ് ഇത് തന്നെയാണല്ലോ, ഇത് ഹലാലാണ്, മദ്രസകളിലൊക്കെ സർവ്വസാധാരണമല്ലേ, അങ്ങനെയാണല്ലോ ഇവർ സാധാരണഗതിയിൽ പറയാറുള്ളത്. അപ്പോ ഇവര് ചെയ്യുന്നതെല്ലാം ഇവർക്ക് ഹലാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 15 ദിവസത്തിനകം ഓണമാണല്ലോ വരുന്നത്. കണ്ടോ, വലിയ ഒരു വിഭാഗം ആളുകൾ യുവതലമുറ മതം ഉപേക്ഷിച്ച് മാനവികതയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. മുമ്പത്തെ പോലെയല്ല. ഇപ്പൊ കുട്ടികൾ കുറച്ചുകൂടി ചിന്തിച്ചു തുടങ്ങി. നിങ്ങൾ തന്നെയാണ് അവരെ ചിന്തിപ്പിച്ചത്. സിനിമ ഹറാമാണ്, സിനിമയിലൂടെ ഉണ്ടാക്കുന്ന പണം ഞങ്ങൾക്ക് ഹലാലാണ്, പന്നി ഫെസ്റ്റ് ഹറാമാണ്, പന്നി വ്യവസായി കൊടുക്കുന്ന പണം ഹലാലാണ്, ഓണം ഹറാമാണ്, ഓണക്കിറ്റ് ഞങ്ങൾക്ക് ഹലാലാണ്, അത് വഴി ഏറ്റവും കൂടുതൽ ടാക്സ് ലഭിക്കുന്ന ബിവറേജ് അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പോയാലേ ചിന്തിക്കുന്ന തലമുറ നിങ്ങളുടെ 6-ാം നൂറ്റാണ്ടിലെ പുസ്തകം കൊണ്ടുപോയി ഷോക്കേസിൽ അടുക്കി വെച്ചോ, മേലിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ധാർമ്മികതയും പൊക്കി പിടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പോകരുത് എന്ന് പറയും. ഇപ്പോ മതം തിന്നുന്ന മനുഷ്യൻ ഏത് രൂപത്തിലാണ് അധപ്പതിക്കുന്നത് എന്നതിൻ്റെ മാതൃകയായി മാറുകയാണ് നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം പുരോഹിതന്മാർ. നന്ദി. അതെ, ഓണം വന്നു. റോക്ക് ബായി സീസൺ മൗലവിമാരുടെ വരവ് ഉടനെ പ്രതീക്ഷിക്കണം. ഈ മതം എന്ന് പറഞ്ഞാൽ തന്നെ സീസൺ മാർക്കറ്റിംഗ് ആണ്. ഓണം വരുമ്പോൾ ഇവർക്ക് മതം മാർക്കറ്റ് ചെയ്യണം, ദീപാവലി വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ, നബിദിനം വരുമ്പോൾ ഓരോ സീസൺ മാർക്കറ്റിംഗ് ടൂളായിട്ടാണ് ഇവരിതിനെ ഉപയോഗിക്കുന്നത്. ഇവരുടെ മതം ഇവർക്ക് ഏത് വിധേനയും എടുത്ത് പ്രചരിപ്പിക്കണം. അതിനുവേണ്ടി ഇവർ ഓരോ സീസണുകൾ തിരഞ്ഞെടുക്കും. ഇനിയിപ്പോൾ ഓണമാണ്, ഉറപ്പായിട്ടും കുറെ മൗലവിമാര് പ്രത്യക്ഷപ്പെടാതിരിക്കില്ല. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭരാത്രി. നന്ദി.